സഭയിൽ നടിക്കുന്ന ഒരു വർഷത്തെ കലണ്ടർ, അതനുസരിച്ച് ജനുവരി അതിലെ സുറിയാനിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ വിശേഷ ദിവസങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് സഭാ കലണ്ടർ എന്ന് നാം സാധാരണഗതിയിൽ മനസ്സിലാക്കി. അത് ക്രിസ്താബ്ദം എന്നുള്ള ആ അർത്ഥത്തിലുള്ള സഭാ കലണ്ടർ. ഈ സഭയ്ക്ക് ഒരു ആരാധനാ വർഷം, ആരാധനകളിലും അതുപോലെ വിശുദ്ധ കുർബാനയിലും ഒക്കെ നാം ഉപയോഗിക്കുന്ന കലണ്ടറിന് ആരാധനാ വർഷം എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ആണ്ടടക്കമുള്ള പെരുന്നാളുകളുടെയും അതിനോടനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങളുടെയും അതിനേക്കാളൊക്കെ ഉപരിയായി ഓരോ സീസണിലേക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നതായ പ്രാർത്ഥനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. നമുക്ക് വീടുകളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അത് നമ്മൾ 365 ദിവസവും ആ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. എന്നാൽ കർഷാന വാഴ്ച മാത്രം, അല്ലെ വലിയ നോമ്പ് വരുമ്പോൾ അതിന്റെ കൂടെയുള്ള അഡീഷൻ കൂടെ. സഭയിലെ പ്രാർത്ഥനകൾ അങ്ങനെയല്ല. സഭയിൽ പല ശൈലിയിലുള്ള പല രീതിയിലുള്ള ക്രമീകരണങ്ങൾ. ഇത് ലോകത്ത് ഈ സുറിയാനി സഭയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സുറിയാനി സഭക്കാർ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കത്തോലിക്ക സഭയായാലും പ്രോട്ടസ്റ്റന്റ് സഭകളായാലും അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഈ ആണ്ടടക്കമുള്ള ആരാധനകളുടെ ക്രമങ്ങൾ ക്രോഡീകരിച്ച് പിതാക്കന്മാരെ എഴുതി. ആ പ്രാർത്ഥനാ സമാഹാരത്തിന് പെങ്കീസ എന്നാ പറയുന്നത്. ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുറിയാനിയിൽ അതിന് ഫെങ്കീത്തോ എന്ന് പറയും. മലയാളത്തിൽ സാധാരണ അത് പെങ്കീസ എന്നാണ്. അത് ഈ വേദപുസ്തകത്തെക്കാൾ വലിപ്പമുള്ള ഒരു വലിയ 3 ഓളിയം ഉള്ള സുറിയാനി ഉള്ളത് ഇപ്പോൾ കുറെ ഭാഗമൊക്കെ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ആണ്ടിൽ 55 ഞായറാഴ്ചകളിലേക്കും ഉള്ള പ്രത്യേക പ്രാർത്ഥന. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച ഒരു പ്രാർത്ഥനയെ നമുക്കറിയാവുള്ളൂ. അല്ലെങ്കിൽ എന്താ സീസൺ ആകുമ്പോൾ രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയാണ്. ഈ നമ്മൾ ഈ ശ്രീബാകാലത്ത് ചൊല്ലുന്ന പ്രാർത്ഥനാക്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേറൊരു വീക്കിലി സൈക്കിളിലെ പ്രാർത്ഥനയുടെ ബുധനാഴ്ച നമസ്കാരത്തിന്റെ പരിഭാഷ. അതെന്തുകൊണ്ടാണ് സഭയിൽ അത് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഈ ഫെങ്കീസ നമസ്കാരം സഭകളിൽ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഈ ശീമക്കാരുടെ പള്ളികളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അത് കൂടുതൽ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. അവരൊരു ചർച്ചിന്റെ ടൈപ്പാണ്. അതായത് ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിയോ ഒരു ആശ്രമമോ കാണും. അതിന്റെ ചുറ്റുപാടുകളിലായിട്ട് അവിടുത്തെ ആളുകൾ എല്ലാവരും താമസിക്കും. ആ ദേറായിലെ 2 or 3 ദേറാക്കാർ കാണും, ഒരച്ഛൻ കാണും. ഇവരെല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരം ദേവാലയത്തിൽ വരും. അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പെങ്കീസ നമസ്കാരം, നിങ്ങളിപ്പോ ഈ ഫേസ്ബുക്കിലൊക്കെ സുറിയാനി പ്രാർത്ഥനകൾ വരുന്നത് കുറച്ചു നേരം നോക്കിയിരുന്ന അറിയാം, മനസ്സിലാക്കിയത് 2 ഗ്രൂപ്പായിട്ട് നിന്ന് ആ ഇടവകയിലെ ചെറുപ്പക്കാരും യുവതികളും പ്രായമുള്ള അച്ഛന്മാരും പ്രഭാഷന്മാരും ഒക്കെ ചേർന്ന് 2 കൂട്ടമായിട്ട് നിന്ന് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിച്ചത് ആണ്ടടക്കമുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഫെങ്കീസ നമസ്കാരം എന്ന് പറയുന്ന ഒരു ക്രമമാണ്. ആ 55 ഞായറാഴ്ചകൾ മാത്രമല്ല, ഇത് കൂടാതെ വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ, സ്ത്രീഹന്മാരുടെ പെരുന്നാളുകൾ, അതുപോലെ മാറാനായ പെരുന്നാളുകൾ, ഇവയ്ക്കെല്ലാം പ്രത്യേകം പ്രാർത്ഥന.
അപ്പോൾ ഈ പ്രാർത്ഥനകളാണ് സുറിയാനിക്കാര് അല്ലെങ്കിൽ സുറിയാനി ദേറാകളിലൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നാൽ, ഓരോ ആഴ്ചത്തേക്ക് ഒരു പ്രാർത്ഥനാ പുസ്തകം, അത് ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണും. അതിന്റെ ചില മലയാളം പരിഭാഷയൊക്കെ നമ്മുടെ കുട്ടികളുണ്ട്. അതിന് കാനോന നമസ്കാരം എന്നാണ്. കാനോൻ എന്ന് പറഞ്ഞാൽ നിയമം. നിയമപ്രകാരം ഒരു വിശ്വാസി പ്രാർത്ഥിച്ചിരിക്കേണ്ട പ്രാർത്ഥനകളാണ്. അത് ഒരാഴ്ചത്തേക്കുള്ള, ഓരോ ദിവസത്തേക്കും ഓരോ ഗ്രാമത്തിലേക്കുമുള്ള പ്രാർത്ഥനകളാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്ലീബ നമസ്കാരം ഇങ്ങോട്ടെടുത്ത് നമ്മളെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. നമ്മുടെ കണിയാമ്പുറത്ത് അച്ഛന്റെ ചെറുപ്പകാലത്താണ് ആദ്യമായിട്ട് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വരെ നാവിലത് വ്യത്യസ്തമായിട്ടുള്ളത് കണിയാമ്പുറത്തിന്റെ കാലത്താണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ 7 ദിവസത്തേക്കുള്ള ഒരു പ്രാർത്ഥന. ഇതുകൂടാതെ സീസണൽ പ്രയേഴ്സ്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ സഭയിലെ ഈ ആഴ്ചകളുമായിട്ട് ഈ മാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളാണ്. നിങ്ങൾ എല്ലാവരും പള്ളിയിൽ പറയുന്നതോ വായനകളിലോ ഒക്കെ ശ്രദ്ധിച്ചു കാണും. ഈ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു ഭൂതോഷീത്തോ ഞായറാഴ്ച. ആ വാക്കിന്റെ അർത്ഥം അറിയാൻ വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടായി. എന്റെ അച്ഛന്മാര് പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഭൂതോഷീത്തം. ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്, സഭാ സംവത്സരം ആരംഭിക്കുന്നത് ഈ ഭൂതോഷീത്തോ ഞായറാഴ്ച. ഭൂതോഷീത്തം എന്ന് പറഞ്ഞാൽ സഭയുടെ ശുദ്ധീകരണം. അന്ന് ശുദ്ധീകരണം എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അവിടുത്തെ വേദവായന, ആരാധനാധിഷ്ഠിതമായിട്ടുള്ള വേദവായന ക്രമം ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പള്ളിയിലെ നമസ്കാര നിഷേധത്തിൽ. ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഓരോന്നിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഭൂതശീത്തോ എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രധാന വേദവായനകളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് സത്യവിശ്വാസം സ്ലീഹന്മാർ അല്ലെങ്കിൽ 10 സ്ലീഹ പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു എന്നുള്ള പ്രഖ്യാപനം. ഇത് വിശ്വസിക്കുമ്പോഴാണ് നമ്മളെ ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസികളാകുന്നത്. അല്ലെങ്കിൽ വിശ്വാസമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, നമ്മുടെ കറക്റ്റായിട്ടുള്ള സത്യവിശ്വാസം. അതുകൊണ്ടാണ് സഭയിൽ പറയുന്നത് സത്യവിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യവിശ്വാസം നമ്മളുണ്ടെങ്കിൽ നാം സഭയുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധീകരണാനുഭവത്തിലാണ്. ഈ ഭൂതോഷീത്തോ ഞായറാഴ്ച കഴിഞ്ഞാൽ ഭൂതോഷീത്തോ ഞായറാഴ്ച ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തേതാണെങ്കിൽ സ്കറിയായോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച, ഇനിയും ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച, യോഹന്നാൻ മാർത്തോമായുടെ ജനനത്തിന്റെ ഞായറാഴ്ച, യൗസേപ്പിനുണ്ടായ ഒരുപാടിന്റെ ഞായറാഴ്ച. ഇങ്ങനെ ഒരു സീക്വൻസിൽ ചെന്നിട്ടാണ് നമ്മള് ക്രിസ്മസ് ആഘോഷം. അപ്പൊ ഇതൊരു സീസണാണ്. അതായത് ഭൂതശീത്തോ ഞായറാഴ്ച മുതൽ കർത്താവിന്റെ ജനന പെരുന്നാൾ വരെയുള്ള ദിവസങ്ങൾ അതിലേക്കുള്ള ഒരുക്കം. അതിന് ചില പാശ്ചാത്യ എഴുത്തുകാരൊക്കെ പറയും അത് സീസൺ ഓഫ് അഡ്വൻസ്. അതായത് ആഗമന കാലം, കർത്താവിന്റെ ആ ജനനത്തെ സംബന്ധിക്കുന്ന ആ ആഗമന കാലത്തെ കുറിച്ചാണ്. ലൂക്കോസ് എഴുതിയ പുസ്തകമാണ് ഇന്ന് വായിച്ചത്. അതിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്, എല്ലാം ക്രമമായിട്ട് എഴുതുന്നത് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും എനിക്കും തോന്നി. എന്നിട്ട് അദ്ദേഹം ആദ്യം അവതരിപ്പിക്കുന്നത് സ്കറിയ പ്രവാചകൻ ഉണ്ടായ വെളിപ്പെടുത്തലിന്റെ ഞായറാണ്. ആ വിശ്വാസത്തിലുള്ള ഉറപ്പ് ആവർത്തിച്ചു വരുന്നതിനെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ സീസൺ ഓഫ് അഡ്വന്റ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് ദലഹാക്കാലം. ദലഹ പെരുന്നാൾ എന്ന
അടുത്തത് ധനഹ പെരുന്നാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത സീസണെ കുറിച്ച് പറയുന്നത് ധനഹാകാലം. ധനഹാകാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കർത്താവിന്റെ ഈ കഷ്ടാനുഭവ ആഴ്ചയിലേക്കുള്ള ഒരുക്കത്തിന്റെ നോമ്പുകളാണ്. 3 നോമ്പ്, 50 നോമ്പ്, അതിനിടയ്ക്ക് എല്ലാ പിതാക്കന്മാരെ ഓർക്കും, വൈദിക ശ്രേഷ്ഠരെ ഓർക്കും. ഇങ്ങനെ ഓരോ ഞായറാഴ്ചകൾ അതിനായിട്ട് നമ്മള് സഭ ക്രമീകരിച്ചു. അപ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അതിന് പ്രത്യേകമായ പ്രാർത്ഥനകൾ. ഞാൻ പറഞ്ഞു വൈദികരുടെ ഓർമ്മയുടെ അന്നത്തെ പ്രാർത്ഥനകൾ എടുത്താൽ അറിയാം വൈദികരെ പട്ടത്വത്തെ സംബന്ധിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടാണ്. ആനിത ഞായറാഴ്ചത്തെ വായനകൾ എടുത്താൽ അറിയാം മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കലാണ്. അപ്പോൾ ഈ നമ്മുടെ ആരാധനാക്രമത്തിലൂടെയാണ് സഭയുടെ വിശ്വാസത്തെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ജനമെല്ലാവരും കൂടെ ഒന്നു ചേർന്നിരുന്ന് അത് ഒന്നിച്ചിരുന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വിശ്വാസത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഉയർപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ശ്രീഹാക്കാലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ സീസണിലാണ് സ്ത്രീഹന്മാരുടെ പെരുന്നാളുകൾ, 12 സ്ത്രീഹന്മാരുടെ പെരുന്നാള്, സ്ത്രീഹന്മാരുടെ നോമ്പ്, മാർത്തോമാ ശ്രീഹായുടെ ഓർമ്മ, പിന്നെ ശിഷ്യത്വത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന വേദവായനകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്രീഹാക്കാലം കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ദൈവമാതാവിനെ ഓർക്കണം. ശ്രീഹാക്കാലത്തിന്റെ ഒരു അടുത്ത ഭാഗമായിട്ടാണ് അത് വരുന്നത്. ശൂന്യോദയ പെരുന്നാൾ നമുക്കറിയാം ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിന്റെ സ്വർഗാരോപണ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് സ്ലീബാക്കാലം. അതായത് കുരിശ് കണ്ടെടുത്തതിനെ സംബന്ധിച്ച്, കുരിശിലൂടെയുള്ള രക്ഷയെ സംബന്ധിച്ച്, ഇങ്ങനെ ആണ്ടോടാണ്ടുള്ള നമ്മുടെ സഭാക്രമങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ വിശദീകരണങ്ങളായിട്ടാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമ്മൾ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ കാച്ചിക്കുറുക്കിയ ആ വിശ്വാസ പ്രമാണം നോക്കിയാൽ നമുക്കറിയാം. വിശ്വാസ പ്രമാണമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും മുഖ്യമായ ഘടകം. കാരണം അവിടെ കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുകയാണ് പിതാക്കന്മാർ വിശ്വാസ പ്രമാണത്തിലൂടെ. എന്നിട്ട് നമ്മളത് ഏറ്റുപറയുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചവന്റെ ജീവിതാരംഭം മുതൽ ജീവിതാന്ത്യം വരെയുള്ള സമയത്ത് അവനുമായി ബന്ധപ്പെട്ട് അവന്റെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് വിശ്വാസ പ്രമാണമാണ്. ഒരാൾ മരിക്കാറായി കിടക്കുന്നു എന്ന് ബോധ്യം വന്നാൽ എന്താ ചെയ്യുന്നത്? വെന്റിലേറ്ററെ ഇപ്പോഴത്തെ രീതി ഏതാ? ഒന്ന് വെന്റിലേറ്ററെ കയറ്റിയിടും, അല്ലെങ്കിൽ മറ്റൊരു വരുന്ന ICU. തൈരാഭിഷേകമൊക്കെ കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പ്രാർത്ഥന പുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട്. ഒരുവൻ മരണത്തോടടുത്താൽ എന്ത് ചെയ്യാം? വിശ്വാസ പ്രമാണത്തിൽ. അപ്പോൾ ഈ മരിക്കുന്ന ആളിന് ചൊല്ലാനുള്ള ആരോഗ്യമില്ല, എന്നാ ചെയ്യണം? ഐക്യിരിക്കുന്നവര് വിശ്വാസ പ്രമാണത്തിലുള്ള സമയത്തോടെ അത് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് വിശ്വാസത്തിന്റെ കാതൽ. ഇനിയും ഒരു മാമോദീസ ഒരു കുഞ്ഞിനെ കൊടുക്കുക. മാമോദീസ കൊടുക്കുമ്പോൾ മാമോദീസയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാ? വിശ്വാസ പ്രമാണത്തോടെ. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥനകളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ്. വിശ്വാസ പ്രമാണം ഇല്ലാത്ത ഒരു പ്രാർത്ഥനയില്ല, ഒരു കൂതാശയില്ല. എല്ലാ കൂതാശകളിലും വിശ്വാസ പ്രമാണം അനിവാര്യമാണ്. കാരണം അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നിർവചനം. അത് നമ്മൾ ഏറ്റുപറയുക. പത്രോസിനെ കൊണ്ട് ഇതിനെ കർത്താവ് പറയിപ്പിച്ചത് കർത്താവിന് അറിയാൻ കഴിയാതെ. പത്രോസ് ഏറ്റുപറഞ്ഞ ആ വാചകങ്ങൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ശരിയാകുന്നുവെന്ന്
കർത്താവിന് അറിയാമായിരുന്നു. പിന്നെന്താ ചോദിച്ച് പറയിപ്പിച്ചില്ല. പറയിപ്പിച്ചത് കൊണ്ട് കർത്താവിന്റെ വിശ്വാസമാണോ ഉറപ്പാകുന്നതാണോ പത്രോസിന്റെയും കൂടെ നിന്നോടെയാണ്. നമ്മൾ ആര് വിശ്വാസം ഏറ്റു പറയുന്നു അവന്റെ ഹൃദയത്തിലാണ്. അല്ലാതെ ദൈവം തമ്പുരാനെ രാവിലെ വൈകിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ലേ എഴുന്നേറ്റുന്നോണ്ട് സർവശക്തിയുള്ള പിതാവ എന്നുള്ളത് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദൈവം തമ്പുരാൻ കേൾക്കാൻ ഇങ്ങനെ കാതെ ഉറപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നതല്ല. നമ്മുടെ വിശ്വാസം പിതാവാം ദൈവത്തിലാണ്. നമ്മുടെ വിശ്വാസം കുരിശുമരണത്തിലൂടെ നമ്മെ രക്ഷിച്ച് സ്വർഗാരോഹണം ചെയ്ത് ഇനിയും വരാനിരിക്കുന്ന കർത്താവിലാണ്. നമ്മുടെ വിശ്വാസം സകലത്തെയും പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിലാണ്. ഞാൻ അതിന്റെ അവസാന ഘട്ടം വരുമ്പോൾ പറയും 4 കാര്യങ്ങളും വിശേഷണങ്ങളും കൂടിയാണ് സഭയെക്കുറിച്ച്. മാധുര്യവും സ്ലൈലവും ഏകവും വിശുദ്ധവുമായ സഭയെക്കുറിച്ച്. അപ്പോൾ ഈ 4 വിശേഷണങ്ങളുള്ള സഭയെ നമ്മൾ പറയുന്നത് എന്തിനാ? സഭയോടുള്ള സഭയിലൂടെയുള്ള രക്ഷയാണ്. ഈ വലിയ ഭാഗ്യത്തിന് നമ്മളെ അർഹരാക്കി തീർക്കത്തക്കവണ്ണം ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് വിശുദ്ധ സഭയാണ്. അപ്പോൾ ഈ സഭയുടെ ഈ അടിസ്ഥാന ക്രമങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സഭയുടെ പ്രാർത്ഥനകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അത് വിശ്വാസപരമായിട്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങൾ നോക്കിയാണ് അതിന്റെ അകത്ത് എല്ലാം. ഒരു സാധാരണ നമസ്കാര പുസ്തകം എടുത്താലും എന്റെ നമ്മൾ പാപ്പാക്കള നമസ്കാരം മറ്റേ പ്രാർത്ഥനകളും ഗാനോലിക നമസ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അതിലെ 7 നേരത്തെ പ്രാർത്ഥനയാണ്. 7 നേരത്തെ പ്രാർത്ഥനയാണ് നമ്മൾ 2 നേരമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയിൽ ഓരോന്നിലും വിശുദ്ധന്മാരെ ഓർക്കും, കന്യകമറിയാമനെ ഓർക്കും, സ്ത്രീയന്മാരെ ഓർക്കും, സഭയുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർക്കും. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. സഭയുടെ പ്രാർത്ഥനകളിലൂടെ പോകുന്നവർക്ക് ഈ വ്യക്തിപരമായ നേട്ടങ്ങളിലുള്ള പ്രാർത്ഥനയല്ല. ഈ അടുത്ത കാലത്ത് പ്രൊഫഷണൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് ദൈവതമ്പുരാൻ അറിയാൻ മേലാത്ത കാര്യങ്ങളെല്ലാം ദൈവതമ്പുരാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് നമുക്ക് ദൈവത്തോട് മേടിച്ചു തരുന്ന ഒരു പരിപാടിയല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണമാണ്. അത് വിശ്വാസത്തോടു കൂടിയ ഓരോ വ്യക്തിയുടെയും ദൈവദർശനത്തിലുള്ള സമർപ്പണം. ഇന്ന് ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സക്കറിയായും എലിസബത്തും ദൈവത്തിന്റെ കൽപ്പനകളായിരിക്കും. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അവിടെ സൈഡിൽ കിടക്കും. ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കുവാൻ തക്കവണ്ണമുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് പ്രാർത്ഥന. ഇത് നമ്മെ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ സഭയുടെ ഈ ആണ്ടടക്കമുള്ള ക്രമീകരണങ്ങളിലെ ഈ പ്രാർത്ഥനകളിലൂടെ എല്ലാം നമ്മെ വിളിക്കുന്നത് ഈ സത്യവിശ്വാസത്തിലേക്കുള്ള ആ ഉറപ്പിലാണ്, സത്യവിശ്വാസത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയ്ക്കാണ്, അത് നിലനിൽപ്പിനാണ്, വിശ്വാസം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് എനിക്ക് പ്രധാനമായും ഓർമ്മിപ്പിക്കാനുള്ളത്.